പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒന്നാമത്തെ വായനയിൽ എലിയാസർ പറയുന്നുണ്ട്, നമ്മുടെ ഈ പ്രായത്തിന് ഈ അഭിനയം ചേർന്നതല്ല. 90-ാം വയസ്സിൽ ഒരാൾ മരണത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ വിളിച്ചു പറയുന്ന കാര്യമാണ്, നമ്മുടെ പ്രായത്തിന് ഈ അഭിനയം ചേർന്നതല്ല. അവരോട് സ്നേഹം ഉണ്ടായിരുന്ന മനുഷ്യരാണ് പറയണേ, സാധാരണ മാംസം തരാം, പന്നിമാംസമാണെന്ന് പറഞ്ഞ് ഭക്ഷിച്ചാൽ മതി, എന്നിട്ട് അങ്ങേക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും. എലിയാസർ പറയുന്ന കാര്യമാണ്, 90-ാം വയസ്സിൽ ഈ അഭിനയം നമ്മുടെ പ്രായത്തിന് ചേർന്നതല്ല. അഭിനയിക്കാനല്ല, ശരിക്കും അവൻ്റെ മുൻപിലൊന്ന് ജീവിതം സമർപ്പിച്ച് ഒരു ജെന്യുവിനായിട്ടുള്ള ജീവിതം ജീവിക്കാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ്. സുവിശേഷത്തിൽ അത് തന്നെയാണ് സഖ്യവൂസ് ചെയ്യണത്. കർത്താവേ, എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു, ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. മാനസാന്തരമൊക്കെ ഇതാണ്. അവൻ്റെ മുൻപിൽ ഇനി ഒരിക്കലും അഭിനയിക്കാനല്ല, അവനെ ജീവിക്കാനായിട്ടൊരാൾ തീരുമാനിക്കുന്നിടത്താണ് ജീവിതം അവന് വേണ്ടിയിട്ടുള്ളതായിട്ട് മാറണത്. ശരിക്കും മാനസാന്തരത്തിലേക്ക് മനുഷ്യർ വന്ന് ക്രിസ്തുവിൻ്റെ സ്വന്തമായി തീരുന്നത്. ഡാനിയേൽച്ചൻ പറഞ്ഞ ഒരു ഉദാഹരണം ഓർമ്മയുണ്ട്. കള്ളുകുടി നിർത്താനായിട്ട് ധ്യാനത്തിന് പോകുന്നൊരു മനുഷ്യൻ, അയാൾ ധ്യാനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരണുണ്ട്. തിരിച്ചു വന്നിട്ട് വീട്ടിൽ വെച്ചിരുന്ന കുപ്പിയൊക്കെ വാഷ് ബേസിനിൽ കമിഴ്ത്തിക്കളയാൻ തുടങ്ങി. അത് കമിഴ്ത്തുന്നതിന് മുൻപ് ഭാര്യ വന്ന് പിടിക്കുന്നുണ്ട്, എന്തായി കാണിക്കണേ? അയാൾ പറയുന്നുണ്ട്, അത് ഞാൻ എന്തായാലും കുടി നിർത്തി, ഇനി കുടിക്കുന്നില്ല, നമുക്കത് നിങ്ങൾ കളഞ്ഞേക്കാം, ഇതിന് ഇനി ആവശ്യമില്ല, ചെകുത്താൻ്റെ മൂത്രം എന്നാണ് അതൊക്കെ പറഞ്ഞേക്കണേ. ഭാര്യ പറയുന്നത്, നിങ്ങൾക്ക് വട്ടുണ്ടോ? എത്ര രൂപയുടെ മുതലാണെന്നറിയാമോ? ഇത് നിങ്ങൾ കുടിക്കുന്നില്ലെങ്കിൽ വേണ്ട, കളയണ്ട, നമുക്ക് ആങ്ങളയ്ക്ക് കൊടുക്കാം. നമ്മുടെ മാനസാന്തരമൊക്കെ ഇത്രയേ ഉള്ളൂ. അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ ഒന്ന് ശരിയാക്കണം, എന്നിട്ട് വീടിന് ഇഷ്ടമുള്ള വിധത്തിൽ, മനുഷ്യർക്ക് ഇഷ്ടമുള്ള വിധത്തിൽ, ആരെയും വേദനിപ്പിക്കാത്ത വിധത്തിൽ, എല്ലാവരോടും ചേർന്ന് പോകുന്ന വിധത്തിൽ ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ മുമ്പോട്ട് പോകണം. അതല്ല പറയണത്, ഈ പ്രായത്തിൽ നമ്മുടെ അഭിനയം നമുക്ക് ചേർന്നതല്ല എന്ന് എലയാസർ പറയുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, സർവശക്തൻ്റെ കരങ്ങളിൽ നിന്ന് ജീവിച്ചാലും മരിച്ചാലും രക്ഷപ്പെടാൻ കഴിയില്ല. ഇവിടെ വെച്ച് എനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കും, പക്ഷേ സർവശക്തൻ്റെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെടില്ല. അതുകൊണ്ട് പൗരുഷത്തോടെ ഞാൻ എൻ്റെ ജീവൻ അർപ്പിക്കുകയാണ്, അതുവഴി ഞാൻ എൻ്റെ വാർദ്ധക്യത്തിന് യോഗ്യനെന്ന് തെളിയും. പൗരുഷത്തോടു കൂടെ ജീവൻ അർപ്പിക്കുകയാണ്. ഇങ്ങനെ ജീവിതം മുഴുവൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത സഖ്യവൂസ് ഇന്ന് നമ്മുടെ മുൻപിൽ എത്ര മഹത്വമുള്ളവനായിട്ടാണ് ഉയർന്നു നിൽക്കുന്നതെന്നറിയണം. കർത്താവിൻ്റെ മുൻപിൽ അഭിനയിക്കാതെ അവന് വേണ്ടി ജീവിതം ഇങ്ങനെ ജെന്യുവിനായിട്ട് ജീവിച്ചു തീർക്കാൻ, മരണം പോലും ഏറ്റെടുക്കാൻ മനസ്സാകുന്ന മനുഷ്യരെ എത്രമാത്രം ആദരവോടും കരം കൂപ്പിയുമാണ് കാലങ്ങൾക്ക് ശേഷവും, വെറുതെ കാലം എന്ന് പറഞ്ഞാൽ പോരാ, സഹസ്രാബ്ദങ്ങൾക്ക് ശേഷവും മനുഷ്യരെ ഓർത്തിരിക്കുന്നതെന്നറിയണം. അതിന് അവർക്കുള്ള ന്യായം ഒന്നേയുള്ളൂ, കർത്താവ് എന്നെ എഴുന്നേൽപ്പിച്ചു. സങ്കീർത്തനം മൂന്നാമത്തെ സങ്കീർത്തനമാണ്, കർത്താവ് എന്നെ എഴുന്നേൽപ്പിച്ചത്, കർത്താവ് തന്ന ജീവനാണ്, കർത്താവ് എന്നെ തിരികെ എഴുന്നേൽപ്പിച്ചതാണ്, അതുകൊണ്ട് ഇനി കർത്താവിന് വേണ്ടിയിട്ടാണ് എൻ്റെ ജീവിതം. എലയാസറൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ശ്രേഷ്ഠമായ മരണം വരിക്കുന്നത് എങ്ങനെയാണെന്ന് അവൻ കാണിച്ചു തന്നു എന്ന് പറഞ്ഞിട്ട്, സമ്പൂജ്യവും വിശുദ്ധവുമായ നിയമത്തിന് വേണ്ടി എങ്ങനെയാണ് സ്വമനസാലെ ശ്രേഷ്ഠ മരണം വരിക്കേണ്ടതെന്നുള്ളതിന് യുവാക്കൾക്ക് പോലും മാതൃകയായി അവൻ മാതൃകയായിരിക്കുമെന്ന് വചനം പറയും. ഇങ്ങനെ ദൈവത്തിന് വേണ്ടി നിലകൊള്ളാൻ, അതിനുവേണ്ടി ഈ ലോകത്തിൻ്റെ എന്തും ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന രണ്ട് നമ്മൾ അസൂയപ്പെടുത്തുന്ന കഥാപാത്രങ്ങൾ സുവിശേഷത്തിൽ ഇന്നത്തെ വചനത്തിൽ നമ്മൾ ഒരുമിച്ച് കാണും. എലയാസറും സഖ്യവൂസും. ദൈവത്തിന് വേണ്ടി എന്തും ഉപേക്ഷിക്കാൻ. അയാൾ ഇനി ദരിദ്രനാണ്. ഉപേക്ഷണക്ക് പുസ്തകത്തിൽ പറയുന്നത് പോലെ കർത്താവ് സഖ്യവൂസിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന നേരത്ത് അവിടെ ഒരു ധനവാനും 13 ദരിദ്രന്മാരുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കർത്താവ് തിരിച്ചിറങ്ങുന്ന നേരത്ത് ആ വീട്ടിൽ 14 ദരിദ്രന്മാരുണ്ടായിരുന്നു.
ഒന്നുമില്ല. ഇത്രയൊക്കെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. അതിന് അയാൾക്ക് പറയാനുള്ള കാരണം എത്രയേ ഉള്ളൂ, കർത്താവ് എന്നെ തിരിച്ചെടുത്തു, കർത്താവ് എന്നെ എഴുന്നേൽപ്പിച്ചേക്കാം. ഇത്രയും കാലം ജീവിക്കാൻ അനുവദിച്ചത് കർത്താവ് തന്നെയാണെന്ന് പറഞ്ഞ് ആ കർത്താവിൻ്റെ നാമത്തിൽ ഇനി ഒരു ഡ്യൂപ്ലിസിറ്റിക്കും ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് അതേ കർത്താവിന് വേണ്ടി ഇങ്ങനെ നിലകൊള്ളുന്ന എലയാസറും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം ഇതാണ്: കർത്താവ് മാത്രം, ഗോഡ് ഓൺലി ഗോഡ്. കർത്താവ് നീ മാത്രം നിന്നെ മാത്രം പ്രസാദിപ്പിച്ചാൽ മതി, നിന്നെ മാത്രം സ്നേഹിച്ചാൽ മതി, നിനക്ക് വേണ്ടി മാത്രം ജീവിച്ചാൽ മതി, നിന്നെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതി, വേറൊരാളും വേണ്ട. അതല്ലാതെ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തി ഇങ്ങനെ ഗുരുവിൻ്റെ മുഖം എത്രമാത്രം തെളിഞ്ഞില്ലെങ്കിലും പ്രസാദിച്ചില്ലെങ്കിലും എൻ്റെ ചുറ്റും നിൽക്കുന്നവരുടെ സന്തോഷം മതി എന്ന് തീരുമാനിക്കുന്ന സമയത്ത് നമ്മളവിടെ തോറ്റുപോകുന്നുണ്ട്. ഒരു കച്ചേരി നടക്കുമ്പോൾ ആ കച്ചേരിയുടെ മുൻപിലിരുന്ന് എല്ലാവരും ആർത്ത് വിളിക്കുന്നുണ്ട്. ആ കച്ചേരിയുടെ അരങ്ങേറ്റമാണ് ഒരു ചെറിയ കുഞ്ഞിൻ്റെ. അവൻ വലിയ സന്തോഷത്തോടു കൂടെ എല്ലാവരും അവനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത്രയും ഭംഗിയായിട്ട് ഈ ചെറുപ്പത്തിൽ ഇതുപോലൊരാളും പാടിയിട്ടില്ല എന്നുള്ള വലിയ കോംപ്ലിമെൻറ്റ്സ് ഒക്കെ കൊടുക്കുമ്പോഴും അവൻ്റെ മുഖം തെളിയുന്നില്ല. കാരണം അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ആ ഏറ്റവും അറ്റത്ത് ഈ ഒരു ഹാളിൻ്റെ ഏറ്റവും പുറകിലായിട്ട് എന്നെ പഠിപ്പിച്ച ഗുരു ഇരിപ്പുണ്ട്, ആളുടെ മുഖം തെളിഞ്ഞിട്ടില്ല, ഞാൻ പാടിയതിൽ എന്തൊക്കെയോ അപാകതയുണ്ട്, ഗുരുവിൻ്റെ മുഖം തെളിയാത്തിടത്തോളം കാലം എനിക്ക് സന്തോഷം ഉണ്ടാവില്ല. കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന ജീവിതം, അത് തന്നെ ആയിരിക്കട്ടെ ലക്ഷ്യം. കർത്താവെ, ഇത്രയും കാലം ജീവിതത്തിൽ എന്തൊക്കെ ഡ്യൂപ്ലിസിറ്റികളാണ് ഞങ്ങൾ നടത്തിയത്. മറ്റുള്ളവരുടെ മുൻപിൽ ഇങ്ങനെ കോംപ്രമൈസ് നടത്താൻ നിന്നെ പലവട്ടം ഇങ്ങനെ സൈഡ് ലൈൻ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. കർത്താവെ, ഞങ്ങൾ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് ജീവിച്ചിട്ട് പലയിടങ്ങളിലേക്കും തെറ്റിപ്പോയിട്ടുണ്ട്. ഈശോയുടെ സ്വന്തമാണെന്നുള്ള തിരിച്ചറിവുണ്ടായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നോട്ട് പോക്കിന് വേണ്ടിയൊക്കെ പലതവണ പല കാര്യങ്ങളിലും ചെന്ന് പെട്ടുപോയിട്ടുണ്ട്. അങ്ങേക്ക് നിരക്കാത്ത പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അവിടെ സഖ്യവൂസ് ഞങ്ങൾക്ക് മാതൃകയാകുന്നുണ്ട്. കർത്താവെ, നിനക്ക് വേണ്ടി എന്തും ഉപേക്ഷിക്കാൻ മനസ്സാകുന്ന ഒരാൾ, ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു സാധ്യതയും ഇല്ലാത്ത വിധത്തിൽ എല്ലാം ഉപേക്ഷിച്ച് ജീവിതം നിന്റെ കാൽക്കൽ ഇങ്ങനെ കാഴ്ചവെക്കുന്ന ഒരു മനുഷ്യൻ. തമ്പുരാനെ, ഞങ്ങളെയും ആശീർവദിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. സ്വർഗത്തിൻ്റെ വലിയ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. തെളിച്ചം നൽകണേ എന്ന് പ്രാർത്ഥിക്കുക. നിൻ്റേതായി ജീവിക്കാൻ, നിനക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് മാറ്റി നിർത്താൻ വേണ്ട വലിയ ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുക. അതിനുവേണ്ടി കർത്താവിൻ്റെ തിരുമുൻപിൽ നമുക്ക് മുട്ടിന്മേൽ നിൽക്കാം. അവിടുത്തെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ, കർത്താവെ, നിന്നെ മാത്രം പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ഞങ്ങൾ സ്വപ്നം കാണുന്നുണ്ട്. ആശീർവദിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എലയാസറും സഖ്യവൂസും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. എലയാസർ ഇനിയൊരിക്കലും കർത്താവിനെ പറ്റിക്കുന്നതൊന്നും ചെയ്യില്ല എന്ന് തീരുമാനിക്കുമ്പോൾ, സഖ്യവൂസ് കർത്താവിന് വേണ്ടി സ്വന്തം ജീവിതം വറ്റിച്ച് കളയണമെന്ന് നമ്മൾ കാണും. ഇനി കർത്താവ് നിറയട്ടെ, നീ നയിക്കുക എന്നെ, നീ നിയന്ത്രിക്കുക എന്നെ. കർത്താവെ, ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായിരിക്കാൻ അനുവദിക്കണമേ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോവാം. സ്വർഗ്ഗം അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.